എല്ലാവർക്കും ചീവി ലുക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എംബ്രിക് കൊണ്ടുള്ള വീടിന്റെ വിശേഷമല്ല പറയുന്നത്. എന്നാൽ ഈ എംബ്രിക് കട്ടയുടെ അതേപോലെയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇന്റർലോക്ക് കട്ടകളുണ്ട് മണ്ണിന്റെ. ഈ ഒരു കട്ട പണ്ട് മുതലേ നമ്മളെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതുപോലെ മണ്ണിന്റെ കട്ടകൾ ഇന്റർലോക്ക് കട്ടകളായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കട്ട കൊണ്ടുണ്ടാക്കിയ വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു വീട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാനൂരിനടുത്താണ്. അപ്പൊ നമ്മുടെ വാട്ടർ ക്ലിയറിന്റെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി അവർക്ക് നമ്മുടെ കയ്യിലുള്ള വാട്ടർ ക്ലിയറിന്റെ ഒരു 5-6 കളറ് നമ്മൾ ഇവരുടെ ചുമരിൽ അടിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഇവരോട് ചോദിച്ചു, നമ്മൾ ഈ വീട് വീഡിയോ എടുത്തോട്ടെ, നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ, ഈ ഒരു വീട് പണ്ട് മുതലേ ഉണ്ടാക്കിയതാണ്. അപ്പൊ അപ്സ്റ്റെയർ മാത്രമാണ് ഇവർ ഈ കട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള ആള് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങേരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡല്, അങ്ങനത്തെ ഒരു മോഡലിലൊരു മുകളിലോട്ടൊരു വീട് എടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അങ്ങേര് ഈ കട്ട കൊണ്ട് വീട് വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു ട്രഡീഷണൽ മോഡൽ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. ഈ ഒരു വീട് നമ്മൾ സന്ദർശിച്ചപ്പം ഇവിടെയുള്ള ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് വിദേശത്ത് നിന്നാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോയിട്ട് ഈ വീട് സന്ദർശിച്ചത്. അപ്പൊ ഇവര് നമുക്ക് ആദ്യം ഈ വീടിന്റെ ഫോട്ടോ അയച്ചു തരുന്ന സമയത്ത് ചുമരുകളും ഇതെല്ലാം കാണാൻ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ ഈ ചുമരുകളെല്ലാം നോക്കിയ സമയത്ത് ഓരോ കട്ടയ്ക്കും ഓരോ പൊട്ടലും അങ്ങനെ ഓരോ ഡാമേജുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, പണിക്കാര് അത്യാവശ്യം ഈ ഒരു വീട് കുളമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അങ്ങേരെ ആഗ്രഹിച്ചത് ഒരു ട്രഡീഷണൽ മോഡൽ ഈ കട്ട പ്രൊജക്ട് ചെയ്ത് കാണുന്ന രീതിയിലാണ്. പക്ഷെ ഇവര് ലിൻഡലാണെങ്കിൽ പോലും 1.5 കട്ടയുടെ വീതിയിൽ ഇവര് ലിൻഡൽ പടുത്തിട്ടുണ്ട്. പിന്നെ കോർണറുകളൊന്നും ഇവര് നല്ല രീതിയിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്. മിഷ്യൻ കട്ടിങ് ഒരു കട്ടയിലും വന്നിട്ടില്ല. അവര് ഉളി കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വയറിങ്ങാര് അവരുടെ പണി നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളത്. കട്ടിങ് എല്ലാം വീടിന്റെ ഉള്ളിലൂടെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ആരെങ്കിലും ട്രഡീഷണൽ ആയിട്ട് ഒരു വീട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കട്ട പ്രൊജക്ട് ചെയ്യുന്ന ഒരു വീട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം മുതലേ വെൽ പ്ലാൻഡ് ആയിരിക്കണം. പണിക്കാരോട് പറഞ്ഞിട്ട് പണിയെടുപ്പിക്കാതെ നിങ്ങൾ അവിടെ നിന്നിട്ട് ഓരോ കട്ടയിൽ ഒലിച്ചിറങ്ങുന്ന സിമെന്റും അതെല്ലാം പണിക്കാരോട് തുടയ്ക്കാൻ പറയണം. അതുപോലെ ലിൻഡലാണെങ്കിലും ഉള്ളിലോട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് ഉള്ളിലോട്ട് കട്ടയുടെ ഉള്ളിലോട്ട് വെച്ച് വാർക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ ഒന്ന് നോക്ക്. ഇതിപ്പോ ആ വീടിന്റെ ഓരോ കോർണറുകളാണ്. ഇത് ഇവര് മിഷ്യൻ കട്ടിങ് ചെയ്യാതെ ഉളി കൊണ്ട് കുത്തി കട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ഇനി ഒരു വാട്ടർ ക്ലിയർ അടിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ അവിടെയൊക്കെ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ചളി ഉപയോഗിക്കണം, അല്ലെങ്കിൽ പുട്ടി ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഇവര് വീട് കാട്ടി വെച്ചിട്ടുള്ളത്. അതുപോലെ സിമെന്റ് ആണെങ്കിലും ചില ഗ്യാപ്പ് അടച്ചതാണ് ഇവര്. അത് വെറുതെ ഒരു സിമെന്റ് പരിക്കിട്ട് പോയ പോലെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവരാണ് നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഈ വിദേശത്ത് നിന്ന് ഇവരിങ്ങനെ ഫോട്ടോ അയച്ചു തരുമ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറെ നമ്മൾ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്, അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് മെയിനായിട്ടും നല്ല പണിക്കാരെ ഏൽപ്പിക്കുക. അതുപോലെ ഇങ്ങനെ ഒരു ട്രഡീഷണൽ വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പടവിന്റെ സമയത്ത് 2 ഭാഗവും ഗ്രൂവിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ വേണം പടവ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് സിമെന്റ് പ്ലാസ്റ്ററിങ് അഥവാ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഇത് ഗുണമേ ചെയ്യുള്ളൂ. കാരണം പിന്നീട് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിലോട്ടൊക്കെ എല്ലാം സിമെന്റ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല ചുമരിന് നല്ല പിടുത്തം വരും. ഇനി ഇല്ല, നിങ്ങൾ ഈ ട്രഡീഷണൽ വീട് തന്നെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ചുമരെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പിന്റെ ഉള്ളിലൂടെ പരിക്കനോ അല്ലെങ്കിൽ കട്ടയുടെ അതേ നിറമുള്ള പുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ടൈലിന്റെ ഗമ്മോ ഇതെല്ലാം കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ചുമര് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. അല്ലാതെ നിങ്ങൾ പടവിന്റെ സമയത്ത് തന്നെ ഗ്രൂവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇതിന്റെ ഇടയിലുള്ള സിമെന്റുകളെല്ലാം ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മോട്ടോർ വെച്ചിട്ടാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ഭാഗങ്ങളിലും ഇളകി പോകാം. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
ഇപ്പൊ നമ്മൾ ഇവർക്ക് അടിച്ചു കൊടുത്ത വാട്ടർ ക്ലിയറിന്റെ കളറുകളാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ട്രഡീഷണൽ വീട് കെട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കളറുകൾ നമ്മളെ കയ്യിലുണ്ട്. പക്കാ ഗ്യാരണ്ടി ആണ്, വാട്ടർ പ്രൂഫ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മുടെ കയ്യിലുള്ള ഇത്രയും കളറ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കളർ ഏതാണെന്ന് സെലക്ട് ചെയ്താൽ നമ്മളത് നിങ്ങളുടെ വീടിന് അടിച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു ഇതിലൂടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും വീട് പണി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ വീട് പണിയുടെ കുറെ കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വീട് പണി തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീട് പണിയുടെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി പറയുകയാണ്, ട്രഡീഷണൽ വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പണിക്കാരുടെ ഇഷ്ടത്തിന് പടവ് ചെയ്യാൻ വിടരുത്. അങ്ങനെ വിടുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പണിക്കാരെ തന്നെ ഏൽപ്പിക്കുക.